വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇന്നലെ രാത്രി ഒരു ഒരു 2 മണിക്കൊക്കെ ഞാൻ എണീറ്റപ്പോൾ 499 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഉറങ്ങിയിട്ടാ. ഉറക്കപ്പ് ചേർന്നപ്പോൾ എഴുന്നേറ്റിട്ട് അപ്പം തന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു സ്വപ്നമായിരിക്കുമെന്ന്. കാരണം ഒരു 2 ആഴ്ചയായി എനിക്ക് 495 അത്രയും സബ്സ്ക്രൈബേഴ്സ്, അത്രയും ഇതായിട്ട് 500 എത്തണില്ല. ഞാൻ എപ്പോഴും യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നു നോക്കും, ഒന്നിക്ക് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരെണ്ണം കൂടിയിട്ടുണ്ടാവും. 496 ആയിട്ടുണ്ടാവും, 497 ആയിട്ടുണ്ടാവും, എന്തായാലും 499 500 കിടക്കണില്ല. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ വിഷമാവില്ലേ. നമ്മൾ 2 ആഴ്ചയായിട്ട്, അതിന് മുൻപൊക്കെ നമുക്കിങ്ങനെ 2 ആഴ്ച കൊണ്ടൊക്കെ ഒരു 5 സബ്സ്ക്രൈബേഴ്സ് കയറും. പക്ഷെ ഇത് കയറുന്നില്ല, ഇത് കുറയുന്നുണ്ട്, അതുപോലെ ഒന്ന് കൂടുന്നുണ്ട്. അങ്ങനെ ഒരു ഇതില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ 499 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്വപ്നമായിരിക്കും. കാരണം അത്രയും 2 ആഴ്ചയായിട്ട് ഒന്നും ഒരനക്കമില്ല. അതുപോലെ എൻ്റെ ഷോർട്സിനൊന്നും വ്യൂസ്, ചിലതിനങ്ങനെ കയറും, ചിലതൊക്കെ 10, 11 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഭയങ്കര ഡള്ളായിരുന്നു കേട്ടോ ഞാൻ 2 ആഴ്ച. അപ്പോൾ സ്വപ്നമാണെന്ന് വിചാരിച്ചു ഞാൻ. അത് കഴിഞ്ഞ് രാവിലെ തുറന്ന് നോക്കിയപ്പോൾ 500 ആയിട്ടുണ്ട്. ഇപ്പോൾ 3 പേര് കൂടിയിട്ടുണ്ട്, 503 അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും നാൾ കൂടെ 7 മാസമായി വീഡിയോ ഇട്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് 7 മാസമായി. ഇതുവരെ വാച്ചോറൊന്നും കയറിയിട്ടില്ല, വലിയ ഗ്രോത്തൊന്നും ഇല്ല. എന്നാലും ഞാനൊരു ഹോപ്പിനെങ്ങനെ ഇടുക, എന്നെങ്കിലും ചിലപ്പോൾ കിട്ടിയാലോ. അപ്പോൾ അങ്ങനെ ഞാൻ എനർജി കളയാണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഒരു ഇതിലിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനോട് ചോദിക്കൂട്ടാ, വാച്ചവർ കാണിച്ചു കൊടുത്തിട്ട് എന്താണാവോ ഇത് എങ്ങനെയാവോ. അപ്പോൾ പറയും പേടിക്കണ്ട, ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോൾ ശരിയാവും. അങ്ങനെ ഒരു ഇതാണ്, നൈസായിട്ട് ആൾ കളിയാക്കും. അപ്പം അങ്ങനെയാണ് കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ ഇത് കൈവിടാറില്ല. എന്നെങ്കിലും കിട്ടും. നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യണം. പക്ഷെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല. കാരണം ഡെലിവറി കഴിഞ്ഞു, അതുപോലെ ഓരോരോ പരിപാടികളാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു 2 ഒരാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഒരു വീഡിയോ ഇടാൻ പറ്റുന്നത്. അതിൽ നല്ല വിഷമമുണ്ട് എനിക്ക്. ഞാൻ മാക്സിമം ട്രൈ ചെയ്താലും എനിക്കങ്ങനെ, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് തന്നെ ഒരാഴ്ച നല്ല പനിയായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കാണ്ട് തന്നെ നമുക്ക് ഓരോ ഇതുകൾ ഇങ്ങനെ വരിക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ 503 ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാലം എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബറായിട്ട് നിന്ന് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി വരുന്നവർക്കും വെൽക്കം, അവർക്കും ഒരു താങ്ക് യു. അപ്പോൾ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പോൾ താങ്ക് യു കേട്ടോ. പിന്നെ ഒരു മിനിറ്റ്, വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട്. ചില വണ്ടികളാണെങ്കിൽ 2, 3, 4 ചില വണ്ടികളാണെങ്കിൽ സ്പീഡിൽ കൂട്ടുക, ചിലത് സ്പീഡ് കുറച്ചിങ്ങനെ എല്ലാ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ ജനലിലേക്ക് നോക്കുമ്പോൾ അതേ ഞാനായിരിക്കണം. അങ്ങനെ അത്യാവശ്യം ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം ഞാൻ റീൽസൊക്കെ ചെയ്യണ കാര്യങ്ങൾ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമല്ല, ഞാൻ ഇൻട്രോവേർട്ടാണ്. ആരോടും അങ്ങോട്ട് കയറി മിണ്ടില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മിണ്ടിയാൽ ഞാൻ ഉത്തരം പറയും, അല്ലാണ്ട് ജാടയൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്തോ ഒരു ഉൾവലിവ് അങ്ങനെ കേട്ടാ. ഇപ്പം ഇതിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ക്യാമറയുടെ മുന്നിലേക്കാണല്ലോ നോക്കി സംസാരിക്കുന്നത്. റൂമിൽ ഒറ്റയ്ക്ക് ആരെങ്കിലും അടുത്തുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യില്ല. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇനിയും എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, കാരണം എനിക്കറിയാം. കാരണം വീഡിയോസ് കാണുന്നവരും കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുന്നവർ കുറവാണ്. കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ, എന്താ കുഴപ്പം, സബ്സ്ക്രൈബ് ചെയ്യേ. പിന്നെന്താ, പിന്നെ 500 അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ബൈ. അല്ല പോണ്ട, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താ അപ്പോൾ
എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ അടിയിൽ കമൻസ് വരുന്നുണ്ട്, തിരിച്ച് ചെയ്യണേ, ഇത്രാമത്തെ ആയിട്ടുണ്ട്, തിരിച്ച് ചെയ്യണം, തിരിച്ച് വരണം, നാളെ വരണം, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇടുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ, അത് സ്പാമായിട്ടാണ് പോവുക. ഇപ്പോൾ എനിക്കങ്ങനെ കമൻറ്റ് ഇട്ടു ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങാണ്ട് സ്പാമായിട്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സബ്സ്ക്രൈബർ അങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇനി കമൻറ്റ് ഇടുന്നവരൊന്നും ശ്രദ്ധിക്കുക, അങ്ങനെ കമൻറ്റ് ഇടരുത്. അത് ചിലപ്പോൾ എന്നല്ല, അത് ആ കമൻറ്റ് ഇടുന്ന ആളുടെ അക്കൗണ്ടിനെയും ബാധിക്കും. നോക്കല്ലേ ഇങ്ങോട്ട്, അത് കമൻറ്റ് ഇടുന്ന ആൾക്കാരെയും ബാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഏത് ചാനലിലാണ് ആ കമൻറ്റ് പോയിടുന്നത് ആ ചാനലിനെ അത് ബാധിക്കും. അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. ന്യൂസ് ഞാൻ മുന്നേ കണ്ടു, അത് കാരണം അങ്ങനെ കണ്ടാൽ ഞാൻ അനങ്ങാറില്ല. അതുകൊണ്ടാണ് കേട്ടോ, വെറുതെ എന്തിനാ അക്കൗണ്ടിനും അത് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ അവരുടെ അക്കൗണ്ടിനും അത് അങ്ങനെ ബാധിക്കണ്ട. അതുകൊണ്ട് ഞാൻ അങ്ങനെ കമൻറ്റ് കാണുമ്പോൾ ഞാൻ അനങ്ങാറില്ല കേട്ടോ. അതാണ് കേട്ടോ, അത് ദോഷമായിട്ടാണ് ബാധിക്കുക. സോ ഇനി അങ്ങനെ ഇടാതിരിക്കുക. പിന്നെന്താ, പിന്നെ കുറേ ഞാൻ ഷോർട്സ് ഇട്ട് ട്രൈ ചെയ്തു, ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഷോർട്സ് ഇട്ട് കുറച്ച് 2 ആഴ്ചയായിട്ട് ഞാൻ ട്രൈ ചെയ്തു 500 എത്തിക്കാൻ വേണ്ടിയിട്ട്. എത്തുന്നുണ്ടായില്ല. അപ്പോൾ എന്തായാലും എത്തി. അപ്പോൾ നമുക്ക് ആ വൈറ്റി സ്റ്റുഡിയോയിൽ ആ ഡോളറിൻ്റെ സ്ഥലത്ത് നിന്ന് 500ൻ്റെ ആ ഒരു കടമ്പ അത് കഴിഞ്ഞു. ഇനി വാച്ച് അവറാണ്. ഒന്നും എവിടെ എത്തിയിട്ടില്ല കേട്ടോ, എവിടെയും എത്തിയിട്ടില്ല. തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോസിന് അങ്ങനെ വ്യൂസൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്കിനി 500 എത്തിയപ്പോൾ ഒരു സന്തോഷമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ്സാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ എനിക്കറിയാലോ എന്താണ് എവിടെയാണ് പെശക് എന്ന്. അപ്പോൾ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ഞാനത് മേക്കപ്പ് ചെയ്ത് പിന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, പിന്നെന്താ, ഇത് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മഴ ദിവസങ്ങളാണ്, നല്ല കാലാവസ്ഥയാണ്, നല്ലോണം ഉറങ്ങാനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ്. പക്ഷേ നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുറങ്ങിയപ്പോൾ വന്ന് വീഡിയോ എടുത്താൽ കേട്ടോ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല, എങ്ങനെയൊക്കെയോ വന്നിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ത്രില്ലിനാണ്. 500 എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വലിയ ഒരു ഇതാണ്. കാരണം 7 മാസമായി ഞാൻ തുടങ്ങിയിട്ട്, ഫസ്റ്റ് ലോങ് വീഡിയോ ഇട്ടിട്ട് ഇതുവരെ 500 എത്തിയപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഇത്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ വന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു.